പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം ബിഗ് ബോസ് കൊണ്ട് യൂട്യൂബിന് ഗുണമുണ്ടായി, യൂട്യൂബ് കൊണ്ട് ബിഗ് ബോസിന് ഗുണമുണ്ടായി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോ യൂട്യൂബ് ഒന്ന് താഴെ ചെയ്ത് ആണോ? എന്ത് പറ്റി? അവര് നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ കാണുക. അത് കയ്യിലിരിപ്പിന്റെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം. ഞാൻ പറയുന്നത് 10 ലക്ഷത്തിൽ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്താ ഉറക്കം വരുന്നു. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ മറ്റവന്റെ എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത്ര നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്താ, ഇയാൾ ഭയങ്കര സാത്വികനാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ പറഞ്ഞു. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാലും സായിയോട്, സായി എന്റെ കോമാളിത്തരത്തിൽ ഉള്ളപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ, സഹിച്ചോ? നോക്കിയടാ രോമം എന്നേക്കുന്നത്. ഇനി ധൈര്യമായിട്ട് ഫയലുള്ള കൂളിംഗ് ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെക്കണേ.